morning to all. Today we are going to discuss about the topic advantages of cost accounting or importance of cost accounting. Advantages of cost accounting mainly to management, to employees, to creditors, to government and to society. Then other first one, advantages to management. Advantages to management. മാനേജ്മെൻറ്റിന് എങ്ങനെയൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അഡ്വാൻറ്റേജ് കൊടുക്കുന്നതിൽ ഫസ്റ്റ് വൺ, കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഐഡൻറ്റിഫൈസ് പ്രോഫിറ്റബിൾ ആൻഡ് അൺപ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ്. ദിസ് ഹെൽപ്സ് ടു റെഡ്യൂസ് അൺപ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ്. കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം വഴിയായിട്ട് പ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, അൺപ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. കാരണം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റീസിൻ്റെ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. കോസ്റ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന വഴിയായിട്ട് തന്നെ അതിൻ്റെ പ്രോഫിറ്റും എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു. അപ്പം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഏതാണോ നമ്മൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രോഫിറ്റ് കുറഞ്ഞ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ദെൻ സെക്കൻഡ് വൺ, കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ടു ദ മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിന് ബെറ്റർ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. പ്രധാനമായിട്ടും എടുക്കുന്ന ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ മേക്ക് ഓർ ബൈ ഡിസിഷൻ. മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടറിയിൽ നിർമ്മിക്കാൻ പറ്റുന്ന ചില വസ്തുക്കൾ അത് നമ്മുടെ ഫാക്ടറിയിൽ തന്നെ നിർമ്മിക്കണോ അതോ പുറത്തുനിന്ന് നമ്മൾ വാങ്ങണോ എന്നുള്ള ഡിസിഷൻസ്, അതിനാണ് നമ്മൾ പറയുന്നത് മേക്ക് ഓർ ബൈ ഡിസിഷൻ. അതുപോലെ തന്നെ വേറൊരു ഡിസിഷനാണ് കണ്ടിന്യൂ ഓർ ഷട്ട് ഡൗൺ ഡിസിഷൻ. എന്ന് വെച്ചാൽ ചില കേസിൽ സാധാരണയായിട്ട് ഡിമാൻഡ് കുറവുള്ള കേസിലൊക്കെ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഫാക്ടറിയൊക്കെ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. തൽക്കാലത്തേക്ക് നമ്മൾ അടച്ചു പൂട്ടേണ്ടി വരും. അങ്ങനെ താൽക്കാലികമായിട്ട് അടച്ചു പൂട്ടണോ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ഡിസിഷൻസ് എടുക്കുന്നതും കോസ്റ്റ് അക്കൗണ്ടിങ് വഴിയായിട്ടാണ്. അതുപോലെ തന്നെ അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ഡിസിഷൻ. അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിലേക്ക് നമുക്കൊരു ഓഫർ കിട്ടുകയാണ്. ആ ഓഫർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ, ഇങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. Then third one, cost accounting system helps to exercise control on material, labor and overhead cost. മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർഹെഡ് കോസ്റ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ്സാണ് കൺട്രോൾ ദ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന വഴിയായിട്ട് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ഇങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നു. The next one, cost accounting system helps in minimizing losses and wastage. വേസ്റ്റേജും ലോസസ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. പ്രധാനമായിട്ടും മെറ്റീരിയൽ വഴി ഉണ്ടാകുന്ന വേസ്റ്റേജ്, അതുപോലെ ഐഡിയൽ ടൈം വഴി ഉണ്ടാകുന്ന വേസ്റ്റേജ്. ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിലുള്ളിൽ വർക്കേഴ്സ് അല്ലെങ്കിൽ ഫാക്ടറിക്കുള്ളിൽ വർക്കേഴ്സ് ഉണ്ടാകുകയും അവരുടെ വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടൈമിനാണ് നമ്മൾ ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എംപ്ലോയീസ് വേസ്റ്റായിട്ട് ടൈം കളയുന്നു. വേസ്റ്റ് ടൈം അവർ വെറുതെ സ്പെൻഡ് ചെയ്ത് കളയുന്നതിനാണ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഐഡിയൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിന് മാക്സിമം കപ്പാസിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാതെ ആ മാക്സിമം കപ്പാസിറ്റിനേക്കാളും കുറഞ്ഞ കപ്പാസിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും അതുവഴി വരുന്ന വേസ്റ്റേജാണ് ഐഡിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വേസ്റ്റേജൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നു ഇങ്ങനെ കോസ്റ്റ് അക്കൗണ്ടിങ് വഴിയായിട്ട്. The next one, cost accounting helps the management in fixing selling price ഫിക്സ് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. നമുക്കറിയാം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ സാധാരണ ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റീസിൻ്റെ കോസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ സർട്ടൈൻ പ്രോഫിറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആയിരിക്കും സെല്ലിംഗ് പ്രൈസ്.
അങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ദ നെക്സ്റ്റ് വൺ, കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എനേബിൾസ് ടു മെഷർ ഓർഗനൈസേഷൻ എഫിഷ്യൻസി. ഓർഗനൈസേഷൻ എഫിഷ്യൻസി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, കോസ്റ്റ് അക്കൗണ്ടിങ് helps the management in determining future production policies. ഫ്യൂച്ചർ പ്രൊഡക്ഷൻ പ്ലാൻസ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ ഇത്രമാണ് അഡ്വാൻറ്റേജ് ടു മാനേജ്മെൻറ്റ്. അതിനകത്ത് വരുന്നത് ഫസ്റ്റ് വൺ, എലിമിനേറ്റ് അൺപ്രോഫിറ്റബിൾ ആക്ടിവിറ്റീസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ദെൻ ടു കൺട്രോൾ മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ് കോസ്റ്റ്. It helps to minimize losses and wastage. Then fixing selling price, to measure organizational efficiency. Then it determining future production policy. The next രണ്ടാമത്തത് അഡ്വാൻറ്റേജസ് ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് വഴിയായിട്ടുള്ളത്? അതിൽ ഫസ്റ്റ് വൺ, it facilitates the introduction of incentive schemes and bonus plans. ഇൻസെൻറ്റീവ് സ്കീംസ്, ബോണസ് പ്ലാൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഇൻസെൻറ്റീവ്സ്, ബോണസ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കഴിവുള്ള വർക്കേഴ്സിന് കൂടുതൽ വേജസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ബോണസ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഇൻസെൻറ്റീവ് സ്കീംസ് എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഇൻസെൻറ്റീവ് സ്കീംസ്, ബോണസ് പ്ലാൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ദെൻ രണ്ടാമത്തത്, ഇൻക്രീസിങ് ദ പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ഫേം. ഫേമിൻ്റെ പ്രൊഡക്ടിവിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും പ്രോസ്പെരിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അതുവഴിയായിട്ട് എംപ്ലോയീസിന് ഒരു ബെറ്റർ വേജസ് ഒക്കെ കിട്ടാനൊക്കെ സാധിക്കുന്നു. ദെൻ തേർഡ് വൺ, കോസ്റ്റ് അക്കൗണ്ടിങ് മിനിമൈസ് ദ പോസിബിലിറ്റീസ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സ്. വർക്കേഴ്സും എംപ്ലോയേഴ്സും തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത മിനിമൈസ് ചെയ്യുന്നു. കാരണം സാധാരണയായിട്ട് വർക്കേഴ്സും എംപ്ലോയേഴ്സും തമ്മിൽ പ്രോബ്ലം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് വേജസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. വർക്കേഴ്സിന് കറക്റ്റായിട്ട് വേജസ് കിട്ടുന്ന ഒരു കേസിൽ അവിടെ എംപ്ലോയേഴ്സായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം വഴിയായിട്ട് ഇങ്ങനെ ഇവർ തമ്മിലുള്ള എന്ന് വെച്ചാൽ എംപ്ലോയേഴ്സും വർക്കേഴ്സും തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഇത്രയാണ് എംപ്ലോയീസിന് ഉള്ള അഡ്വാൻറ്റേജസ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻസെൻറ്റീവ് സ്കീംസ് ഓർ ബോണസ് പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. സെക്കൻഡ് വണ്, പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ഫേം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ദെൻ വർക്കേഴ്സും എംപ്ലോയീസും തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മൂന്നാമത്തത്, അഡ്വാൻറ്റേജസ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് കോസ്റ്റ് അക്കൗണ്ടിങ് വഴിയായിട്ടുള്ള അഡ്വാൻറ്റേജസ്. അതിൽ ഫസ്റ്റ് വൺ, ടു അസർടെയിൻ ദ സോൾവൻസി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫ്യൂച്ചർ പ്രോസ്പെരിറ്റി ഓഫ് ആൻ എൻ്റർപ്രൈസ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് ഫേം ആണെങ്കിൽ നമ്മൾ പണം കൊടുക്കാനുള്ള വ്യക്തികളാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്രെഡിറ്റേഴ്സ് സാധാരണയായിട്ടുണ്ടാകുന്നത് ബിസിനസ് ഫേം ക്രെഡിറ്റിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്താണ്. അപ്പം ഈ ക്രെഡിറ്റേഴ്സ് സാധനങ്ങൾ ക്രെഡിറ്റിന് പർച്ചേസ് കൊടുക്കണമെങ്കിൽ ആ ക്രെഡിറ്റേഴ്സിന് എന്തൊക്കെ അറിയണം? ആ ബിസിനസ് ഫേമിൻ്റെ സോൾവൻസി, പ്രോഫിറ്റബിലിറ്റി, അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്രോസ്പെരിറ്റി ഒക്കെ കണ്ടുപിടിക്കണം. കാരണം ക്രെഡിറ്റേഴ്സ് കടം കൊടുക്കുന്നത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഫിനാൻഷ്യൽ പൊസിഷൻസ് ഒക്കെ ഉള്ള ബിസിനസ് ഫേമിന് മാത്രമേ കടം കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൻ്റെ സോൾവൻസി, പ്രോഫിറ്റബിലിറ്റി അതുപോലെ ഇതിൻ്റെ ഫ്യൂച്ചർ പ്രോസ്പെരിറ്റി ഒക്കെ അറിയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് വഴിയായിട്ടാണ്. രണ്ടാമത്തത്, ടു അസർടെയിൻ വെദർ ദ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഈസ് എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഇൻ ദ ബിസിനസ്. അവർ നമുക്ക് നൽകുന്ന പണം അല്ലെങ്കിൽ അവരുടെ പണമാണ് നമ്മളിവിടെ ബിസിനസ്സിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പണം നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് വൺ, ടു അണ്ടർസ്റ്റാൻഡ് ദ ക്രെഡിറ്റ് വർത്തനസ് ആൻഡ് ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് ബിസിനസ്.
ക്രെഡിറ്റ് വർത്തിനെസ്, അതുപോലെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നു. നമുക്ക് പണം കൊടുക്കാനുള്ള ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് പറഞ്ഞാൽ ഈ കടം തിരിച്ചു വീട്ടാനുള്ള ബിസിനസ് ഹോമിൻ്റെ കഴിവ്, ഈ ബിസിനസ് ഹോമിന് കഴിവുണ്ടോ ഇല്ലയോ എന്നൊക്കെ ക്രെഡിറ്റേഴ്സിന് അറിയാൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ് വഴിയായിട്ടാണ് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്രെഡിറ്റേഴ്സ് അതിൽ ഫസ്റ്റ് വൺ, ടു അസർട്ടൈൻ ദ സോൾവൻസി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫ്യൂച്ചർ പ്രോസ്പെരിറ്റി ഓഫ് ആൻ എൻ്റർപ്രൈസ്. Then second one, to ascertain whether the capital employed is effectively utilized in the business. Then third one, to understand the credit worthiness and financial soundness of the firm. നാലാമത്തത് അഡ്വാൻറ്റേജസ് ടു ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് കോസ്റ്റ് അക്കൗണ്ടിങ് വഴിയായിട്ട് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഗവൺമെൻറ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ്. ഡിഫറെൻറ്റ് പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ് ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. പ്രധാനമായിട്ടും എക്സ്പോർട്ട് ഡ്യൂട്ടി, അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി, ടാക്സ് ആക്ഷൻസ്, ഇങ്ങനെയുള്ള പോളിസീസൊക്കെ എടുക്കാൻ വേണ്ടി ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ദെൻ സെക്കൻഡ് വൺ, കോസ്റ്റ് ഇൻഫോർമേഷൻ ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് നാഷണൽ പ്ലാൻസ് ആൻഡ് ബഡ്ജറ്റ്സ്. എന്തെങ്കിലും നാഷണൽ പ്ലാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബഡ്ജറ്റൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ദ നെക്സ്റ്റ് വൺ, കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ലെവിയിങ് എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ് എക്സെട്ര. എന്തെങ്കിലും എക്സൈസ് ഡ്യൂട്ടിയോ സെയിൽസ് ടാക്സൊക്കെ ലെവി ചെയ്യാൻ വേണ്ടി, ചുമത്താൻ വേണ്ടിയൊക്കെ ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം വഴിയായിട്ടാണ്. ദെൻ ഫോർത്ത് വൺ, ഗവൺമെൻറ് ക്യാൻ റൺ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് എഫിഷ്യൻ്റ്ലി. ഗവൺമെൻറ്റിന് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ കറക്റ്റായിട്ട് എഫിഷ്യൻ്റായിട്ട് റൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. കാരണം കോസ്റ്റ് അക്കൗണ്ടിങ് വഴിയായിട്ട് ഫേമിൻ്റെ എഫിഷ്യൻസിയൊക്കെ വർദ്ധിക്കുന്നുണ്ട്. അതുവഴിയായിട്ട് ഗവൺമെൻറ്റിന് നല്ല രീതിയിൽ അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഗവൺമെൻറ്റിന് കോസ്റ്റ് അക്കൗണ്ടിങ് വഴിയായിട്ടുള്ള അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ, ഫോർമുലേറ്റിംഗ് പോളിസീസ്. സെക്കൻഡ് വൺ, പ്രിപ്പയറിംഗ് നാഷണൽ പ്ലാൻസ് ആൻഡ് ബഡ്ജറ്റ്സ്. തേർഡ് വൺ, ലെവിയിങ് എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ് എക്സെട്ര. ദെൻ ഗവൺമെൻറ് ക്യാൻ റൺ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് എഫിഷ്യൻ്റ്ലി. ദെൻ ലാസ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ടു സൊസൈറ്റി. സൊസൈറ്റിക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് കോസ്റ്റ് അക്കൗണ്ടിങ് വഴിയായിട്ട് ഉള്ളത്? അതിൽ ഫസ്റ്റ് വൺ, കോസ്റ്റ് അക്കൗണ്ടിങ് helps to provide quality product at a reasonable price. ക്വാളിറ്റി പ്രോഡക്റ്റ് റീസണബിൾ പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. കാരണം വേസ്റ്റേജ് എല്ലാം കുറഞ്ഞ രീതിയിലായിരിക്കും നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് റീസണബിൾ പ്രൈസ് ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ദെൻ സെക്കൻഡ് വൺ, കോസ്റ്റ് അക്കൗണ്ടിങ് ബ്രിങ്സ് സ്റ്റെബിലിറ്റി ബൈ ഇംപ്രൂവിങ് മാനേജീരിയൽ ആൻഡ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി. മാനേജറിയൽ ആൻഡ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നത് വഴിയായിട്ട് ഫേമിന് ഒരു സ്റ്റെബിലിറ്റിയൊക്കെ ഉണ്ടാകുന്നു. ദെൻ തേർഡ് വൺ, കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് കണ്ടിന്യൂസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ടു വേരിയസ് സെക്ഷൻസ് ഇൻ ദ സൊസൈറ്റീസ്. ഒക്കെ വേരിയസ് സെക്ടർ അല്ലെങ്കിൽ വേരിയസ് സെക്ഷൻസ് നമ്മളെന്താ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. എന്ന് വെച്ചാൽ എല്ലാ മേഖലയിലുള്ള വ്യക്തികൾക്കും ജോലി സാധ്യതയൊക്കെ ഉണ്ടാകാൻ വേണ്ടി സാധിക്കുന്നു. ഇതാണ് അഡ്വാൻറ്റേജ് ടു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. അഡ്വാൻറ്റേജ് ടു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് റീസണബിൾ പ്രൈസായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ മാനേജറിയൽ ആൻഡ് ഓപ്പറേഷൻ എഫിഷ്യൻസി കൂടുന്ന വഴിയായിട്ട് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു. ദെൻ കൂടുതൽ വ്യക്തികൾക്ക് ജോലി സാധ്യതയൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഇത്രയുമാണ് അഡ്വാൻറ്റേജസ് ടു സൊസൈറ്റി. അപ്പം ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള അഡ്വാൻറ്റേജസ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, അഡ്വാൻറ്റേജ് ടു മാനേജ്മെൻറ്റ്. സെക്കൻഡ് വൺ, അഡ്വാൻറ്റേജ് ടു എംപ്ലോയീസ്. തേർഡ് വൺ, അഡ്വാൻറ്റേജ് ടു ക്രെഡിറ്റേഴ്സ്. ഫോർത്ത് വൺ, അഡ്വാൻറ്റേജ് ടു ഗവൺമെൻറ്. ലാസ്റ്റ് വൺ, അഡ്വാൻറ്റേജ് ടു സൊസൈറ്റി.